പി.വി. അൻവർ നിലമ്പൂർ ദേശം വഴി ഇങ്ങനെ പാട്ടുപാടി നടക്കുകയാണ്. മോഹങ്ങൾ മരവിച്ചു, മോഹങ്ങളൊക്കെ നഷ്ടമായി, തനിക്കിനി ആഗ്രഹങ്ങളില്ല. തൻ്റെ UDF പ്രവേശനം അല്ലെങ്കിൽ തനിക്ക് UDFിലുള്ള അംഗത്വം അല്ലെങ്കിൽ കക്ഷിയാകുക എന്ന മോഹം വെറും വ്യാമോഹമായി അവസാനിച്ചിരിക്കുന്നു എന്ന സങ്കടം പി.വി. അൻവറിന് പറഞ്ഞറിയിക്കാൻ പോലും ആരുമില്ല. പി.വി. അൻവറിൻ്റെ ദുഃഖങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്ന അവസ്ഥയാണ്. കോൺഗ്രസ് പി.വി. അൻവറിന് കണക്കിന് കൊടുത്ത ഒരു പണിയായി വേണം ഇത് കരുതാൻ. കോൺഗ്രസ് പി.വി. അൻവറിനോട് പറഞ്ഞു, നിങ്ങളെ UDF മുന്നണിയിലേക്ക് എടുക്കുക അസാധ്യമാണ്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ ദേശീയ തലത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഹൈക്കമാൻഡിന് തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എടുക്കുന്നതിനോട് വിയോജിപ്പുണ്ട് എന്ന് പി.വി. അൻവറിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പി.വി. അൻവർ ധരിപ്പിക്കുകയോ നേതാക്കൾ പറയുന്നതിന് മുമ്പ് തന്നെ കാലേക്കൂട്ടി തന്നെ പി.വി. അൻവറിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ നിലമ്പൂരിൽ കിടന്ന് ഈ കടുംപിടുത്തം പിടിക്കുന്നത്. തൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന കടുംപിടുത്തത്തിന് പിന്നിലും UDFിൻ്റെ ഈ ഗെറ്റ് ഔട്ട് സംഭവം ഉണ്ട് എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. UDF നേതാക്കൾ പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, പി.വി. അൻവർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കണം. കാരണം തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയിലേക്ക് പ്രവേശനം ഇപ്പോൾ സാധ്യമല്ല, ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് പി.വി. അൻവർ ഒന്നുകിൽ പുതിയ പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ മുന്നണിക്ക് പുറത്ത് നിങ്ങളിങ്ങനെ നിൽക്കുക, മുന്നണിക്ക് പുറത്ത് നിർത്തി നിങ്ങളെ ഞങ്ങൾ സഹകരിപ്പിക്കാം. ഇതാണ് പി.വി. അൻവറിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇത് പി.വി. അൻവർ ഏത് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നേ പറയേണ്ടതുള്ളൂ. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ കേരളം സന്ദർശിച്ചപ്പോഴും അവർ പാണക്കാട് പോയി മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്നു, മറ്റ് മതമേലധ്യക്ഷന്മാരെ കാണുന്നു. എങ്കിലും കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയോ അത്തരത്തിലുള്ള ചർച്ചകളോ സജീവമായി ഒന്നും തന്നെ നടന്നിരുന്നില്ല. അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസുമായുള്ള ബാന്ധവം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പലരും മമതാ ബാനർജിയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാരണം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് UDFുമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പലയിടങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയും എതിർത്ത് സംസാരിക്കുകയും എതിർത്ത് മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രതിസന്ധിയിലാകും. അതൊക്കെ പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കേരളത്തിൽ UDF പ്രവേശനം വേണമോ വേണ്ടയോ എന്ന് പുനരാലോചിക്കണമെന്നാണ് ചില നേതാക്കൾ മമതാ ബാനർജിയോട് പറഞ്ഞിട്ടുള്ളത്. പി.വി. അൻവർ കരുതുന്നത് എന്താണ്? നിലമ്പൂരിൽ ഇലക്ഷൻ വരുന്നു, നിലമ്പൂരിൽ തൻ്റെ അപ്രമാദിത്വം തെളിയിക്കപ്പെടും, നിലമ്പൂരിൽ UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് പി.വി. അൻവറിൻ്റെ പിന്തുണയോടുകൂടി വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചടക്കും. അങ്ങനെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നോടിയായി, വിജയക്കുതിപ്പിൻ്റെ മുന്നോടിയായി ഇത് മാറും. അങ്ങനെയെങ്കിൽ തനിക്ക് വളരെ വേഗം, വളരെ ഈസിയായി വിജയശ്രീ ലാളിതനായി UDFിലേക്ക് പ്രവേശനം ലഭിക്കും എന്നൊക്കെ മനപ്പായസമുണ്ടിരുന്ന പി.വി. അൻവറിനാണ് ഈ ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത്. പി.വി. അൻവറിനോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പുതിയ പാർട്ടി രൂപീകരിക്കണം. ആരെപ്പോലെ? മാണി സി കാപ്പനെ പോലെയൊക്കെ ഒരു പാർട്ടി രൂപീകരിച്ച് നിങ്ങൾ മുന്നണി നിൽക്കുക, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, തൃണമൂൽ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുക. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അർഹിക്കുന്ന സ്ഥാനം തരും. മലബാറിൽ നിങ്ങൾക്ക് ഒരു സീറ്റ്, അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, നിലമ്പൂരിൽ ഇനി മത്സരിക്കില്ല എന്ന് പി.വി. അൻവർ പറഞ്ഞതുകൊണ്ട് നിലമ്പൂരിലല്ല, മറ്റെവിടെയെങ്കിലും, മറ്റ് പ്രധാനപ്പെട്ട തവനൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സാധ്യതയും തള്ളിക്കളയുന്നില്ല. നിലമ്പൂർ മാത്രമല്ല, കൊടുവള്ളി, പെരിന്തൽമണ്ണ, മങ്കട, തിരുവമ്പാടി മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പി.വി. അൻവറിന് കഴിയും. അതുകൊണ്ട് പി.വി. അൻവറിനെ അങ്ങനെ വെറും കൈയോടെ തള്ളിവിടുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും ശരിയല്ല എന്ന് പറയുന്ന നേതാക്കളും കോൺഗ്രസിലുണ്ട്, UDFിൽ ഉണ്ട്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തവണത്തെ വിജയം എന്ന് പറയുന്നത് വെറും 30 വോട്ടിൻ്റെത് മാത്രമായിരുന്നു. അത് കൂട്ടണമെങ്കിൽ പി.വി. അൻവറിനെ പോലുള്ള ഒരാളുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് മലബാറിൽ പി.വി. അൻവറിന് ഒരു സീറ്റ് കൊടുക്കുക, മലബാറിൽ പി.വി. അൻവറിനെ ഒപ്പം നിർത്തി കുറേയധികം വോട്ട്, പി.വി. അൻവറിൻ്റെ സ്വാധീന മേഖലകളിലുള്ള വോട്ട് കോൺഗ്രസിനാക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനും UDFിനും ഉണ്ട്. അതേ അവസരം തന്നെ ദേശീയ പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസിനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, തൃണമൂൽ കോൺഗ്രസുമായി ദേശീയ തലത്തിലുള്ള ആശയ സമന്വയം ഇല്ലാത്ത അവസ്ഥ, സമവായത്തിലെത്താത്ത സാഹചര്യങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് UDFിലേക്ക് അൻവറിന് പ്രവേശനമില്ല. ഇത് കേൾക്കുമ്പോൾ പി.വി. അൻവർ എന്താകും ചിന്തിക്കുക? ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, അമ്മ തെത്തിയതുമില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. അയ്യത്ത് നിറങ്ങുകയും ചെയ്തു, ഇല്ലത്ത് നിറങ്ങുകയും ചെയ്തു,
അമ്മ തെത്തിയതുമില്ല, ആ തരത്തിലുള്ളൊരു ചൊല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെയാണ് വീട്ടിൽ നിന്നിറങ്ങി എന്നാൽ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതുമില്ല, ആ തരത്തിൽ PV അൻവർ പെരുവഴിയിലായി പോയി. PV അൻവർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അവസ്ഥയിലാണ്. ഒന്നുകിൽ UDF-ൽ വീഴാം, അല്ലെങ്കിൽ പടുകുഴിയിൽ ചെന്ന് വീഴാം. ഇതെന്താണ്? ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദേശീയ പാർട്ടിയുടെ കേരള നേതാവെന്ന ലേബൽ ലഭിക്കും. പക്ഷേ അങ്ങനെ ലേബൽ ലഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽപ്പില്ല തൃണമൂൽ കോൺഗ്രസിന്. ഈ സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമാണ്. മുന്നണിയിൽ കയറണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ബന്ധം ശരിയാവുകയുമില്ല. ശരിക്കു പറഞ്ഞാൽ PV അൻവർ പെട്ടു എന്ന് പറയാം.